നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലി ഉപ്മാ ആണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചെയ്യുന്ന ഇഡ്ഡലിയിൽ നിന്ന് ബാക്കി വരുന്ന ഇഡ്ഡലി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഇത് നല്ല ഫില്ലിങ്ങും ആയിരിക്കും, അതേസമയം വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. നമുക്ക് നോക്കാം ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന്. ഞാനിവിടെ ഒരു 4 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് വേണം, കറിവേപ്പില, 2 പച്ചമുളക് കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി വേണം. താളിക്കാനായിട്ട് കടുകും ഉഴുന്നും കടലപ്പരിപ്പും വേണം. നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ ഇതിൽ കപ്പലണ്ടിയോ കശുവണ്ടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ നട്ട്സൊന്നും ചേർക്കുന്നില്ല. നമുക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഡ്ഡലി ഇതേപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇഡ്ഡലി ഉപ്മാ പെർഫെക്റ്റ് ആയിട്ട് വരും. ചില ആളുകളൊക്കെ ഇത് കട്ട് ചെയ്തെടുക്കാറുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ജസ്റ്റ് പീസസ് ആയിട്ട് ഇതിൽ കിടക്കും. അതിൽ നല്ലത് നമ്മൾ ഇതേപോലെ ജസ്റ്റ് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലാണ് നമ്മൾ ഉപ്മാ ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു പാനിൽ ഒരല്പം എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇനി ഇത് ചൂടായി വരുമ്പം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം, 2 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കാം, 2 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം. ഈ ഉഴുന്നും കടലപ്പരിപ്പും ഒക്കെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഉപ്മാവിൽ ഇതിലൊന്ന് കടിക്കാൻ കിട്ടും. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് നമ്മുടെ ഉപ്മാവിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്ത കപ്പലണ്ടിയോ കശുവണ്ടിയോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ കടലപ്പരിപ്പും ഉഴുന്നും ഒക്കെ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേസമയം ഇത് അത്യാവശ്യത്തിന് നല്ല ബ്രൗൺ ആയിട്ടും വരണേ. നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരുപാടങ്ങ് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വന്നാൽ മതിയാവും. ഇപ്പം നമ്മൾ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഇഡ്ഡലിയിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പ് മതിയാവും. അതുകൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മഞ്ഞളിൻ്റെ പച്ചക്കുത്തൊന്ന് പോകുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇപ്പം ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, ഇതിലേക്ക് ഒരല്പം നാരങ്ങ നീരൂടെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഇഡ്ഡലി ഉപ്മാവിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. ഒരല്പം ചേർത്താൽ മതി, 2-3 ഡ്രോപ്പ് മതിയാവും. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഡ്ഡലി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളിതിൽ മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ടാണ് ഇതേപോലെ നമ്മുടെ ഉപ്മാവ് ഒരു മഞ്ഞ കളറിലിരിക്കുന്നത്. ഇപ്പം നമ്മളിത് ചേർത്തില്ലെങ്കിൽ നമ്മുടെ നോർമൽ വൈറ്റ് കളറിൽ തന്നെ നമ്മൾ റവ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഉപ്മാവ് പോലെ തന്നെ ഇരിക്കും ഇത് കാണാൻ. പക്ഷെ മഞ്ഞൾപ്പൊടി ചേർത്ത് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഫ്ലേവർ ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് നമ്മൾ ഈ ക്രഷ് ചെയ്ത് കൊടുത്ത ഇഡ്ഡലിയൊക്കെ ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി ഉപ്മാ റെഡി ആയി കഴിഞ്ഞു.
ഇപ്പം നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. നമ്മളൊരല്പം നാരങ്ങ ഇതിൽ പിഴിഞ്ഞത് കൊണ്ട് ഇത് നല്ല ഒരു ഫ്ലേവറും തരും. ഇതിലെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവുകയും ചെയ്യും. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം. പക്ഷേ ഇതിലൊട്ടും മധുരം അറിയേയില്ല, അതേസമയം നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഇത്രയുള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി ഉപ്മാ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ ഇതിലെ ഓരോ സ്പൂൺ ഉപ്മാ എടുക്കുമ്പോഴും ഇതിൽ നമ്മൾ വറുത്ത് കൊടുത്ത ഉഴുന്നും കടലപ്പരിപ്പും കടിക്കാൻ കിട്ടും. അത് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഉപ്മാവിന് തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി ഇഡ്ഡലിയൊക്കെ ബാക്കി വരുവാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഡ്ഡലി വെച്ചിട്ട് വേറെ കുറേ ഐറ്റംസും നമ്മൾ ബാക്കി വരുന്നത് വെച്ച് ചെയ്യുന്ന റെസിപ്പി നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കേട്ടോ. അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇതിഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ പറയണേ. താങ്ക്